ഇത് നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിപ്പിച്ചാൽ ആവശ്യത്തിനുള്ളത് നാം അധ്വാനിക്കും. മറ്റ് സമയങ്ങളൊക്കെ അള്ളാഹുവിനെ ഇബാദത്തിനും നല്ല കർമ്മങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കും. അവരാണ് വിജയികൾ, അവരാണ് രക്ഷപ്പെടുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഇത്തരം ആളുകൾ, അള്ളാഹുവിനെ മറന്നുപോയ ആളുകൾ, അള്ളാഹുവിനെ തൊട്ട് അവർ മറയിട്ടവരാണ്. അപ്പോൾ നാം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും ജീവിക്കുക, എന്നാൽ നമുക്ക് സന്തോഷമുണ്ടാകും. കുറച്ച് കാര്യങ്ങൾ, അത്തരം സന്തോഷമുണ്ടാവാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്തായ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ സമയത്തിന്റെ പ്രത്യേകത. നാം നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന മാസമാണ് റജബ് മാസം. മിഅ്റാജ് നടന്ന മാസമാണ് റജബ് മാസം. സഹോദരന്മാർ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ ലോകത്തേക്ക് ജനിച്ചു വീഴാൻ അള്ളാഹു തെരഞ്ഞെടുത്ത സമയം എന്തുകൊണ്ട് രാവിലെ ആയിക്കൂടായിരുന്നു? എന്തുകൊണ്ട് ഉച്ചക്കായിക്കൂടായിരുന്നു? എന്തുകൊണ്ട് വേറെ ഏതെല്ലാം സമയങ്ങളുണ്ട്? ഈ അത്തായ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, ആ ഹബീബിന് ജന്മം നൽകിയ സമയത്ത് പൊറുക്കലിനെ തേടുന്ന ആളുകൾ അവർ ഉന്നത വിജയമുള്ളവരാണ്, ഉത്തമരാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തതും, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ദുകൂരിഹിം, എന്റെ ഉമ്മത്തിന് പ്രഭാത സമയങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിന് ലഭിച്ച ഗിഫ്റ്റാണ് നിസ്കാരം. ആ നിസ്കാരം പ്രത്യേകിച്ച് സുബഹി ഖളാക്കി പോകുന്ന ഒരൊറ്റ കുട്ടിയും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര സമയം രാത്രി ഉറക്കമൊഴിച്ചാലും സുബഹി ഖളാകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കണം. എന്തിനു വേണ്ടി? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ദുകൂരിഹിം, പ്രഭാത സമയത്ത് കിടന്നുറങ്ങാതെ റബ്ബിനെ പേടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് ബറക്കത്ത് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ബറക്കത്ത് ലഭിക്കുന്നവരെ പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പട്ടികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു, നായകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ലോകത്ത് ഒരു പ്രസവത്തിൽ എട്ടോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു ജീവിയാണ് പട്ടികള്. ഒരാളും പട്ടികളെ അറുത്തുഭക്ഷിക്കുന്നില്ല, ലോകത്താരും പട്ടിയെ അറുത്തുഭക്ഷിക്കുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും പട്ടികൾക്ക് ലോകത്ത് പട്ടികളെ ലോകത്ത് കാണുന്നില്ല. കാരണം എന്താണ്? പ്രവാസികളെ പോലെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് 2 മണിക്കും 3 മണിക്കും ഉറക്കമൊഴിച്ചുകൊണ്ട് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് കുറുക്കൻ നേരിടുമ്പോൾ മറുഭാഗത്ത് നിന്ന് പട്ടിയെ നേരിട്ട് അവർ വെണ്ണൂരിന്റെ കൂല് പോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി പ്രഭാത സമയത്ത് കിടന്നിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവികളിൽ നിന്ന് ബർക്കത്തിനെടുത്തു പറഞ്ഞു. അപ്പുറത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആട് എന്ന് പറയുന്ന ജീവി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദിവസവും കോടിക്കണക്കിന് അറുത്തുപോകുന്ന ജീവിയാണ്. ഈ നാട്ടിൽ നിന്ന് മക്കയിൽ എത്ര ആടുകൾ ഓരോ ദിവസം അറുത്തുപോകുന്നുണ്ട്? 10,000-കണക്കിന് ആടിനെ അറുത്തുപോകുന്നില്ലേ? ഒരു പ്രസവത്തിൽ പട്ടിയെപ്പോലെ 8 പ്രസവിക്കുന്നില്ല. 1 അല്ലെങ്കിൽ കൂടിയാൽ 2 ആട് പ്രസവിക്കുന്നത്. പക്ഷേ ആടിന് ലോകത്തൊരു ക്ഷാമവും കാണുന്നില്ല. കാരണം എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ദുകൂരിഹിം എന്ന് പറഞ്ഞ ആ പ്രഭാത സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തേക്ക് ജനിച്ചുകൊണ്ട് അത്തായ സമയത്ത് തന്നെ ആടുകൾ എഴുന്നേറ്റ് അവരുടെ ഭാഷയിൽ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങും. ആടിനെ പോറ്റിയവർക്കറിയാം, ഇശാ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ കിടന്നിറങ്ങുന്നവരാണ്, സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞതിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളും എതിർത്തിട്ട് ആ സമയത്ത് ആദരിക്കുന്നവർക്ക് മുഴുവനും ബറക്കത്ത് ലഭിക്കും. പട്ടികൾ 8 പ്രസവിച്ചിട്ടും ലോകത്ത് കാണുന്നില്ല. കാരണം ആ സമയത്ത് ആദരിക്കാത്തത് കൊണ്ടാണ്. ആടുകളെ എത്ര അടുത്തിട്ടും ലോകത്ത് ഒരു ക്ഷാമവും എവിടെയും പറയുന്നു കേൾക്കുന്നില്ല. കോഴിയുടെ ക്ഷാമം നാം കേട്ടിട്ടുണ്ട്, പക്ഷെ ആടിന് ക്ഷാമം കേൾക്കുന്നില്ല. കാരണം ആ ജീവി ഈ സമയത്ത് ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുബഹി ഖദാക്കി പോകുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ബറക്കത്തുണ്ടാകാൻ കാരണമാണ്. അതുകൊണ്ട് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പ്രഭാത സമയങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തേക്ക് ജനിച്ചയുടെ സമയം, ആ സമയത്ത് ഉണരാനുള്ള മാർഗമായി ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറഞ്ഞതായി കാണാം. വിശുദ്ധ അൽ കഹ്ഫ് സൂറത്തിന്റെ അവസാനത്തെ ആയത്തോട് കിടന്നാൽ ആ സമയത്ത് റസൂലുള്ള ജനിച്ച സമയത്ത് എഴുന്നേൽക്കുന്നതാണ്. ആ സമയത്ത് എന്ത് ചോദിച്ചാലും ലഭിക്കും, എന്ത് പറഞ്ഞാലും കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, എപ്പോഴെങ്കിലും സമയം കണ്ടെത്തുക, ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാൻ. മറ്റൊരു മാർഗം ഖൽബത്തുൻ ബിത്തഫക്കുരി, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ എഴുന്നിരിക്കാനുള്ള മാർഗം. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ഔലിയാക്കന്മാരും മശായിഖന്മാരും തരീഖത്തിന്റെ ആളുകളുമൊക്കെ അവരുടെ തരീഖത്തിലൊക്കെ മുറാഖബ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. എന്താണ് അതിന്റെ ലക്ഷ്യം? അല്ലാഹുവിനെ ഓർത്തിരിക്കാൻ, മറ്റുള്ള ചിന്തകളെ മുഴുവനും വിട്ടുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചും അവന്റെ സൃഷ്ടികളെ കുറിച്ചും ഓർത്തിരിക്കാനുള്ള മാർഗം. അത് വല്ലാത്ത അനുഭൂതിയുള്ള സംഭവമാണ്. അങ്ങനെ എഴുന്നിരുന്നുകൊണ്ട് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, അതിന് നാം സമയം കണ്ടെത്തണം. ഒരു 5 മിനിറ്റെങ്കിലും റബ്ബിനെ കുറിച്ച് ചിന്തിക്കാനും അവന്റെ അത്ഭുത സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാനും അവന്റെ പടപ്പുകളെ കുറിച്ച് ചിന്തിക്കാനും നാം സമയം കണ്ടെത്തണം. മറ്റൊന്ന് മുജാഹറസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് കൂടെ ഇരിക്കുക. ഇന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണത്. ജീവിച്ചിരിക്കുന്ന മഹാന്മാരുമായി ഇടപഴകുന്നില്ല, ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് കൂടി ഇരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതേ സമയം ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ വന്നാൽ പത്രങ്ങൾ നിങ്ങൾ വായിച്ചില്ല, എത്ര ഗെറ്റുഗതറുകളാണ്, എത്ര കൂടിച്ചേരലുകളാണ് രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം നടക്കുന്നത്, എത്ര മീറ്റിങ്ങുകളാണ് മറ്റു ദൈവികന്മാരെ സ്വീകരിക്കാൻ വേണ്ടി നാം ചെലവഴിക്കുന്നത്. എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ എന്തുകൊണ്ട് 5 മിനിറ്റ് നാം ചെലവഴിക്കുന്നില്ല? വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ, അൽ കഹ്ഫ് സൂറത്തിൽ നാം ഇന്നും ഓതുന്നതല്ലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വാലിഹീങ്ങളോട് കൂടെ നിന്റെ ശരീരത്തെ ശമിപ്പിച്ചിരുത്തുക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ. അത് നല്ലതാണ്. വദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ഇത് മറ്റൊരു മാർഗമാണ് മനസ്സിന് സമാധാനം കിട്ടാൻ. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുക മറ്റൊരു മാർഗമാണ്. വറകാതാനി ബിഖുശൂ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ 2 റക്അത്ത് നിസ്കരിക്കുക. അല്ലാഹുവേ ഖുർആനിൽ പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങനത്തെ ഖുശൂഉള്ള നിസ്കാരം നിർവഹിക്കാൻ ഖാലിഖായ റബ്ബ് ഈ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഖുശൂഉയോടുകൂടിയുള്ള 2 റക്അത്ത് നിസ്കരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ഉരുവേലിച്ചു പോകുന്നതാണ്. മറ്റൊന്ന് തിലാവത്തുണ്ട് തദബ്ബുർ, അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണല്ലോ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതാത്തതെന്താണ്? എത്ര ആയത്തുകൾ നാം കേട്ടു സഹോദരന്മാരെ, എത്ര ആയത്തുകൾ നാം പഠിച്ചു. എന്തുകൊണ്ട് ഈ ആയത്തുകൾ ചിന്തിച്ചുകൊണ്ട് നാം ഖുർആൻ പാരായണം ചെയ്യുന്നില്ല? പലരും റമദാൻ മാസത്തിൽ മാത്രമാണ് ഖുർആൻ ഓതുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ രാജാവിന്റെ അടുക്കലേക്ക് വന്ന കഥ. നാളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ട് നമ്മുടെ വാതിൽ നിന്ന് അവർ മുട്ടിക്കൂടാ? എന്തുകൊണ്ട് നാം കിടന്നിറങ്ങുന്ന സമയത്ത് നിശ്ചയം പത്രത്തിൽ കാണുന്നില്ലേ, ഫാമിലിയായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഭാര്യയുടെയും മക്കളുടെയും അടുക്കൽ നിന്ന് ഒരൊറ്റ സെക്കൻഡിന് ഇടയുണ്ട് ഭർത്താവിനെ കൊണ്ടുപോകുന്നവരുടെ ഉപ്പാനെ കൊണ്ടുപോകുന്നു, റൂമിൽ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് തന്റെ കൂടെ കിടന്നിരുന്നവനെ രാവിലെ കൊണ്ടുപോകുന്നു, രാത്രി കൊണ്ടുപോകുന്നു. ഏത് സമയത്തും ബഹുമാനപ്പെട്ട മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൊണ്ട് നമ്മുടെ വാതിലിന് മുട്ടിയേക്കാം. ആ മുട്ടുന്ന സമയത്ത് നമ്മുടെ വാതിൽ തുറന്നു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, അശ്ലീല ഫിലിമുകൾ ഓടുന്ന TV ആവരുത് മലക്ക് കാണുന്നത്, അശ്ലീല മാഗസിനുകളാവരുത് നമ്മുടെ മലക്ക് വരുന്ന സമയത്ത് കാണുന്നത്, അല്ലെങ്കിൽ അശ്ലീല കളികളാവരുത് നമ്മുടെ മലക്കുകൾ വരുന്ന കാണുന്ന സമയത്ത് കാണുന്നത്, അല്ലെങ്കിൽ അല്ല പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും നമ്മുടെ റൂമിലേക്ക് വന്ന് മുട്ടുവിളിക്കുന്ന സമയത്ത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നാം പണിതേച്ച കൊട്ടാരങ്ങളുണ്ടല്ലോ, ബിൽഡിങ്ങുകളുണ്ടല്ലോ, ആ ബിൽഡിങ്ങിൽ നിന്ന് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് മുട്ടുവിളിക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാകരുത്, നമ്മുടെ മക്കളെ ഹറാമ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകരുത്. അതിന് നാം ശ്രമം നടത്തണം. ആ മലക്ക് ഏത് സമയത്ത് വന്നാലും
സന്തോഷത്തോടെ വാതിൽ തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള മാർഗമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ റൂമിലാവട്ടെ. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്നൊരു സിസ്റ്റം, ഒരു ഹിസ്ബെങ്കിലും ഖുർആൻ ഓതുന്നൊരു സിസ്റ്റം ഉണ്ടാക്കുക. അതുപോലെ മറ്റൊരു മാർഗമാണ് വസിയാമു യൗമി ശദീദിൽ ഹർരി, കഠിന ചൂടുള്ള സമയങ്ങളിലോ അല്ലാഹുവിനെ നോമ്പനുഷ്ഠിക്കുക. ബഹുമാനപ്പെട്ട നബിതങ്ങളാണല്ലോ പറഞ്ഞത്, യദഉ തആബഹു വശറാബഹു വശഹവതഹു മിൻ നജ്രി. അല്ലാഹു ഖുദ്സിയ ഹദീസിലൂടെ പറഞ്ഞതാണ്, ആ അടിമ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ചൂടുള്ള സമയത്ത് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പുകാരനായതുകൊണ്ട്, അതുകൊണ്ട് അന അജിസീലഹു ഔ കമാ ഖാലൽ ഹബീബ്, ഞാനാണ് അവന്റെ പ്രതിഫലം നൽകുന്നതെന്ന് ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബിതങ്ങൾ പറയുന്നു. അതുപോലെ സദഖത്തുൻ ഫീ ഖഫാ, രഹസ്യമായുള്ള സദഖ, ആരും കാണാതെ ഒരാളും അറിയാതെ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും രഹസ്യമായുള്ള സദഖ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു, അവന്റെ ഇടത്തെ കൈക്ക് അറിയുകയില്ല അവൻ ചെലവഴിച്ചത് എന്താണെന്ന്. അതുപോലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കൊണ്ടുകൊടുക്കുക. മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബത്തൻ മിൻ ഖുറബി ദുനിയാ, ദുനിയാവിന്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഒരാൾക്ക് തീർത്തു കൊടുത്താൽ അല്ലാഹു അവന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയാണെങ്കിൽ ജീവിതം തീർച്ചയായിട്ടും സന്തോഷമുണ്ടാകും. അതോടൊപ്പം സഹോദരന്മാരെ, നമ്മുടെയൊക്കെ എല്ലാവരുടെയും ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗം അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കണം. ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ പറഞ്ഞത് കാണാം, ഇജ്അലുൽ ഹമ്മ ഹമ്മൻ വാഹിദ, ഓ മനുഷ്യ, നിന്റെ ദുഃഖം, നിന്റെ വിഷമം, നിന്റെ ഹുസ്ന് അതൊന്നു മാത്രമാകട്ടെ. അതെന്താണ്? ഹമ്മുലിക്കാഇല്ലാഹി അസ്സ വജല്ല, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരണത്തുള്ള ആ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്നുള്ള ഹമ്മുൽ ആഖിറത്തി വ ഹമ്മുൽ വഖൂഫ് ബൈന യദൈഹില്ലാഹ്, പാപഭാരങ്ങളുമായി അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യൗമഇദിൻ തുറദീൻ, അന്ന് തുറന്നു കാണിക്കപ്പെടും. അല്ലാഹുവേ ഖുർആനിൽ പറയുന്നത് യൗമഇദിൻ, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തുറന്നു കാണിക്കപ്പെടും. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അല്ലാഹുവിന്റെ ആയത്താണ്. യൗമഇദിൻ തുറദീൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒന്നുപോലും ഒരു ചെറുത് പോലും മാഞ്ഞുപോയിട്ടുണ്ടാവില്ല, ഒന്നുപോലും വിട്ടുപോയിട്ടുണ്ടാവില്ല. എല്ലാം അതാ നിങ്ങൾക്ക് തുറന്ന് കാണിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം. നിങ്ങൾ ചെയ്തു കൂട്ടിയ, പാവപ്പെട്ട ഞാനടക്കമുള്ളവർ ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകളും നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു ദിവസം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹമ്മ് അത് ഹമ്മുലിക്കായില്ല, അല്ലാഹുവിനെ കാണുന്ന ദിവസമാകട്ടെ. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമല് പിടിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, ഓ ഇബ്നു ഉമറേ, ഈ ദുനിയാവിൽ നീ ജീവിക്കുന്ന സമയത്ത് ഒരു വിദേശിയെ പോലെ ജീവിച്ചോ, ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിച്ചോ. വഅദ്ദ നഫ്സക മിൻ സ്വഹാബിൽ ഖുബൂർ, എപ്പോഴും നീ ഖബറിലാണ്, നാളെ ഖബറിലേക്ക് പോകേണ്ടി വരും, അടുത്ത നിമിഷം ഖബറിലേക്ക് പോകേണ്ടി വരും എന്ന ചിന്ത നിന്നിലുണ്ടായിരിക്കട്ടെ. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കാന ഫിൽ മസ്ജിദി യത്വൽഫുൻ യസീദൂൻ. ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബത്തെ, നമ്മുടെ ഈ പള്ളിയുണ്ടല്ലോ, ഈ പള്ളിയിൽ 100,000 അതിലധികമോ ആളുകളുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് സുമ്മ തമസ്സസ റജുലുൻ മിൻ മഹ്രിൻ നാരി ലഅഹറഖഹും ജമീഅ, നമ്മുടെ ഈ മസ്ജിദിൻ നബവിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് നരകവാസിയായ ഒരു മനുഷ്യൻ ഒരു ശ്വാസം അളിച്ചാൽ അവര് മുഴുവനും കരിച്ചു കളയാൻ മാത്രം ആ ഒരൊറ്റ ശ്വാസത്തിന് കഴിയുമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനത്തിന് അവരുടെ വിചാരണയുടെ സമയം എത്തിയിരിക്കുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ ഹിസാബിന്റെ വിചാരണയുടെ സമയം എത്തിയിരിക്കുന്നു. പക്ഷേ വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദീൻ,
അവരിപ്പോഴും അശ്രദ്ധയിലാണ് കേട്ടോ. ആലോചിച്ചു നോക്കൂ സഹോദര. ദുന്യതയായ കാറ്റഗറിയെ നാം പേടിക്കുന്നു, നിതാഖുൽ അഹ്മറിന് നാം പേടിക്കുന്നു, നിതാഖുൽ അസ്ബറിന് നാം പേടിക്കുന്നു. റബ്ബ് കാറ്റഗറിയിലാണോ നാം പെട്ടുപോയതെന്ന് പേടിക്കുന്നു.